മുബഷീർ പി അക്ബർ മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മുബഷീർ, ജില്ലയിലെ ഏതൊക്കെ മേഖലയിലാണ് കനത്ത മഴയുണ്ടാകുന്നത്? എന്താണ് പൊതു സാഹചര്യം? മധു, മലപ്പുറം ജില്ലയിൽ നഗര മലയോര തീരദേശ മേഖലകൾ വ്യത്യാസമില്ലാതെ വിവിധയിടങ്ങളിൽ അല്പസമയം മുമ്പാണ് മഴ ആരംഭിച്ചത്. ഇപ്പോഴും വിവിധയിടങ്ങളിൽ മഴ തുടരുകയാണ്. അതിനിടയിലാണ് മലപ്പുറം പാണ്ടിക്കാട് നഗരമധ്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിന്റെ മേൽക്കൂര മഴയിൽ പൂർണ്ണമായിട്ടും തകർന്ന് താഴേക്ക് പതിച്ചു വീണിരിക്കുന്നത്. പാണ്ടിക്കാട് GMLP സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. സ്കൂളിന്റെ മുൻപിലേക്ക് തന്നെയാണ് ഈ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ തന്നെ ആയതുകൊണ്ട് സ്കൂളിൽ വിദ്യാർത്ഥികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് അതുകൊണ്ട് വഴിമാറിയത്. സ്കൂളിൽ മറ്റ് ജീവനക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു ബഡ്സ് സ്കൂൾ, ആ ബഡ്സ് സ്കൂളിൽ കുട്ടികളുണ്ടായിരുന്നു, അവിടെ ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ സുരക്ഷിത മേഖലയിലായതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ്. വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോഴും മഴയുണ്ട്. മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. സ്വാഭാവികമായിട്ടും അത് കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വിശേഷിച്ചും മലയോര മേഖലകളിൽ മഴ തുടർന്നാൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പാണ്ടിക്കാട് നിന്നും ഒരു സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നത് മഴയെ തുടർന്ന്. ഇപ്പോഴും മഴ ആ ഭാഗത്തുണ്ടെന്നുള്ളതാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം നഗരത്തിൽ ഉൾപ്പെടെ മഴ എറണാകുളത്തും മലപ്പുറത്തും അടക്കം ദൃശ്യങ്ങളിൽ കാണാം നമുക്കൊരു സ്കൂളിന്റെ മേൽക്കൂര ആകെ പറന്ന് സ്കൂളിന്റെ തന്നെ മുറ്റത്തേക്ക് വീണിരിക്കുന്ന കാഴ്ച. സ്കൂളിൽ വിദ്യാർത്ഥികളിൽ നമുക്കറിയാം വെക്കേഷൻ സമയമാണ്, വിദ്യാർത്ഥികളില്ല, ജീവനക്കാരില്ല എന്നുള്ളത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്.